എല്ലാ ആട് സിനിമകളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഐഡിയ ഒരു കൂട്ടം മണ്ടന്മാർ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പിറകെ ഓടുന്നു എന്നതാണ്. ഇത് സംവിധായകനായിട്ടുള്ള മിഥുൻ മാനുവൽ തോമസ് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇതിനു മുന്നേ വന്ന 2 സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട്. ശരിക്കും ഈ സിനിമകളിലെ ഫൺ ഫാക്ടർ കിടക്കുന്നത് കഥയുടെ ഗതിയെ ആശ്രയിച്ചിട്ടല്ല, ഉണ്ടാകുന്ന സിറ്റുവേഷനുകളിലുള്ള കൗണ്ടർ ഡയലോഗുകളും സിറ്റുവേഷൻ ഹ്യൂമറും ഒക്കെയാണ് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ആടിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയിട്ടുള്ള ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ഞാൻ. നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ള, ഇപ്പോൾ യൂട്യൂബിലും പണ്ട് DVD-യിലും ഒക്കെ കിട്ടിയ ആട് ട്രിം ചെയ്യപ്പെട്ട വേർഷനാണ്. ആ ട്രിം ചെയ്യപ്പെട്ടിട്ടുള്ള വേർഷന് കിട്ടിയിട്ടുള്ള ഒരു സ്വീകരണം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും. അതായത് ഈ കോമഡി എന്ന് പറയുന്ന സാധനം കറക്റ്റ് ഡോസിൽ ഒരല്പം കൂടിപ്പോയാൽ വരെ സംഗതി മൊത്തത്തിൽ പാളുമെന്നത്. ആടിന്റെ 2ാം ഭാഗത്തിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ ക്രിസ്പായിട്ടുള്ള ഒരു നെറേറ്റീവ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 3ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് അനുകൂലമായിട്ടുണ്ട്. ഓഡിയൻസിലെ ഭൂരിഭാഗം ആളുകൾക്കും ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ അറിയാം. കോമഡി ഒരു പരിധിക്ക് അപ്പുറം പുഷ് ചെയ്താൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് 1ാമത്തെ സിനിമയിൽ നിന്ന് അണിയറ പ്രവർത്തകർ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തവണ കാര്യങ്ങൾ എക്സൈറ്റിംഗ് ആക്കാൻ വേണ്ടി ഒരു ഫാന്റസി എലമെന്റ് പടത്തിൽ കൊടുത്തിട്ടുണ്ട്. പടത്തിന്റെ ദൈർഘ്യം ചില സ്ഥലങ്ങളിൽ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും നിരന്തരം ചിരിപ്പിക്കാൻ പറ്റുന്ന തരം ഡയലോഗുകൾ സീനുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോറടിപ്പിക്കാതെ മിഥുൻ മാനുവൽ തോമസ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സിനിമയുടെ പുറത്തിറങ്ങിയ പ്രൊമോ മെറ്റീരിയലുകളിൽ നിന്ന് വ്യക്തമായതുപോലെ തന്നെ ഇത്തവണ 2 ടൈം ലൈനുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയുന്ന ഷാജി പാപ്പനും മറ്റൊരു ടൈം ലൈനിൽ മറ്റൊരാളായി ജീവിച്ച പുള്ളിയുടെയും ഗ്യാങ്ങിന്റെയും വേറെ ഒരു ജീവിതവും നമ്മളിവിടെ കാണുന്നുണ്ട്. 1790-ലെ പാപ്പന്റെ പത്മനാഭൻ എന്ന രാജാവായിട്ടുള്ള വേർഷനിൽ ആ രാജാവിന്റെ കൊട്ടാരത്തിൽ വിലപിടിപ്പുള്ള ഒരു സാധനം ഉള്ളതായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു അമൂല്യമായ സംഗതിയെ ചുറ്റിപ്പറ്റി 2 ടൈം ലൈനിലും നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്തവണ കാണുന്നത്. ടൈം ട്രാവൽ ഫാന്റസി എന്ന രീതിയിലാണ് ഇത് പറയപ്പെടുന്നതെങ്കിലും സംഭവം സൂക്ഷിച്ചു നോക്കിയാൽ ഒരു സ്പൂഫ് സിനിമയുടെ സാധ്യതയാണ് മിഥുൻ മാനുവൽ തോമസ് ഇവിടെ പരീക്ഷിക്കുന്നത്. പുള്ളി ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ ടൈം ലൈനുകൾ മാറിയാലും കഥാപാത്രങ്ങൾ കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങൾക്ക് മാറ്റമില്ല. അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന പീരിയഡ് സിനിമ സെറ്റപ്പിൽ ഒരു ആക്ഷൻ കോമഡി ചെയ്താൽ എങ്ങനെയുണ്ടാകും? ആ ഒരു ചിന്ത ഈ സിനിമയെ സ്വല്പം യുണീക്ക് ആക്കുന്നുണ്ട്. പടത്തിലെ മെഗാഫിൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മറ്റ് 2 സിനിമകളിലും ഉള്ളതുപോലെ ഹ്യൂമറിൽ ഫോക്കസ് ചെയ്യുന്ന സീനുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് മിഥുൻ മാനുവൽ തോമസ് ശ്രമിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ കാണുന്ന ക്യാപ്റ്റൻ ക്ലീറ്റസ് തമിഴ്നാട്ടിൽ പോകുന്നതും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കോമഡികളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും ഈ കഥയ്ക്ക് അത്യാവശ്യമുള്ളതല്ല. പക്ഷെ അങ്ങനെ ഒരു സപ്ലോട്ട് ഉണ്ടാക്കി അതിലൂടെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന മണ്ടത്തരങ്ങളിലൂടെയുള്ള ഹ്യൂമർ നമ്മളെ നല്ല രീതിയിൽ ചിരിപ്പിക്കും. ഈ ട്രാക്ക് സിനിമയ്ക്ക് ആവശ്യമില്ല എന്ന കാര്യം വരെ നമ്മൾ മറന്നുപോകും. ഇതുപോലെ നിരവധി ഇത്തരത്തിലുള്ള അത്യാവശ്യമല്ലാത്ത തരം സപ്ലോട്ടുകൾ സിനിമയിൽ കടന്നു വരുന്നുണ്ട്. പാപ്പനെയോ പാപ്പന്റെ കൂടെയുള്ള ആരെയെങ്കിലുമൊക്കെയോ റോസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് അതിലെ ഡയലോഗ് ഹ്യൂമറുകൾ കാരണം നമ്മൾ അതെല്ലാം ചിരിച്ചുകൊണ്ട് കണ്ടിരിക്കും. 1ാം പകുതിയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ചെറുതായിട്ട് സില്ലി ആയിട്ടുള്ള തമാശകളിൽ സിനിമ കുറച്ചധികം നേരം കടിച്ചു തൂങ്ങുന്നത് പോലെ തോന്നി. 2 പാർട്ടുകളുള്ള 3ാം ഭാഗത്തിന്റെ 1ാം ഭാഗമാണ് ഇപ്പോൾ വന്നിട്ടുള്ള സിനിമ. ഈ ഒരു 1ാം ഭാഗത്തിന് തന്നെ ഏതാണ്ട് 167 മിനിറ്റ് ദൈർഘ്യമുണ്ട്. ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്ന ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്രോപ്പർ ടൈം ലൈൻ ഫാന്റസി സിനിമയുടെ ഇന്റർവെൽ പോയിന്റ് പോലെയാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ 1ാം ഭാഗം ഒരർത്ഥത്തിൽ പാരലലായിട്ട് നടക്കുന്ന 2 ആട് സിനിമകളാണ്. സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന 3 ആക്ട് സ്ട്രക്ചറിലെ കോൺഫ്ലിക്റ്റ് ഈ സിനിമയിൽ വരുന്നത് ക്ലൈമാക്സിലാണ്. ഷാജി പാപ്പൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചന ഈ സിനിമയുടെ അവസാനം അവർ നമുക്ക് തരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിലെ കുറേ കഥാപാത്രങ്ങളും അവരുടെ ചില ഡയലോഗുകളും ഒക്കെ ഇന്ന് സ്റ്റിക്കറുകളായും മീമുകളായും ഒക്കെ പോപ്പ് കൾച്ചറിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നത് സിനിമയെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. നമുക്ക് പരിചിതമായിട്ടുള്ള പല ഡയലോഗുകളും മറ്റൊരു ടൈം ലൈനിൽ വേറെ രീതിയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ഹ്യൂമർ സൃഷ്ടിക്കാൻ മിഥുൻ മാനുവൽ തോമസിന് ഇവിടെ സാധിക്കുന്നുണ്ട്. ഒരു പീരിയഡ് സെറ്റിംഗ് വരുന്നത് കൊണ്ട് തന്നെ പടത്തിന്റെ സ്കെയിൽ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ ഒരു മാറ്റം നമുക്ക് വിഷ്വൽ ലാംഗ്വേജിൽ കാണാൻ സാധിക്കും. ഓരോ കഥാപാത്രങ്ങൾക്കും വേണ്ടി ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്ത് മനു മഞ്ജിത്ത് എഴുതിയിട്ടുള്ള ഇതിലെ ചെറിയ ചെറിയ പാട്ടുകൾ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓളം സൃഷ്ടിക്കുന്നുണ്ട്. കാര്യമായ ഒരു ഇടവേളയ്ക്ക് ശേഷം ജയസൂര്യ സിനിമകളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന സിനിമയാണ് ആട് 3. പുള്ളിയെ ഏൽപ്പിച്ചിരിക്കുന്ന 2 കഥാപാത്രങ്ങളുടെയും മണ്ടത്തരങ്ങൾ ഒരേ DNA നിലനിർത്തിക്കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇതിലെ അടുത്ത പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് എനിക്ക് തോന്നിയത് ധർമ്മജൻ അവതരിപ്പിക്കുന്ന ക്യാപ്റ്റൻ ക്ലീറ്റസ് ആണ്. തലയും വാലും ഇല്ലാതെ സംസാരിക്കുന്ന ക്ലീറ്റസിന്റെ സിഗ്നേച്ചർ ഹ്യൂമർ ധർമ്മജൻ അടിപൊളിയായിട്ട് തന്നെ വീണ്ടും അവതരിപ്പിച്ചിട്ടുണ്ട്. സാമാന്യം നല്ല ഫാൻസ് ഉള്ളതുകൊണ്ട് അറക്കൽ അബുവിന്റെ ഇൻട്രൊഡക്ഷനൊക്കെ ഗംഭീരമാണ്. പക്ഷേ തിരക്കഥയിൽ പ്രാധാന്യം ലഭിക്കുന്നത് അബുവിന്റെ പഴയ കാലഘട്ടത്തിലെ വേർഷനാണ്. വിനായകനെ നമ്മൾക്ക് ആദ്യം പരിചയപ്പെടുത്തുന്നത് പഴയ ടൈം ലൈനിലെ അസം ഖാൻ ആയിട്ടാണ്. പക്ഷെ 3ാം ഭാഗത്തിലെ 1ാമത്തെ പാർട്ടിൽ പ്രാധാന്യം കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഡൂഡിന് തന്നെയാണ്. മണ്ടത്തരങ്ങൾ സ്വാഗറുമായിട്ട് മിക്സ് ചെയ്യുന്ന വിനായകന്റെ തനതായ ശൈലി ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ബാക്കി സിനിമകളിൽ കാര്യമായിട്ട് ഉപയോഗിക്കാത്ത സാത്താൻ സേവിയർ എന്ന കഥാപാത്രത്തെ ഈ സിനിമയിൽ കൂടുതൽ ഉപയോഗിക്കുമെന്ന രീതിയിൽ മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞിരുന്നു. സ്ക്രീൻ ടൈം പ്രകാരം സാത്താൻ സേവിയറിന്റെ പ്രസൻസ് കുറെ ഉണ്ടെങ്കിലും ആ കഥാപാത്രം ഉണ്ടാക്കുന്ന ഇമ്പാക്ട് പഴയതുപോലെ തന്നെയേ ഉണ്ടായിരുന്നുള്ളൂ.
സർബത്ത് ഷമീറിനെ വിജയ് ബാബു രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസിന് തന്റെ കഥാപാത്രത്തിന്റെ ഓൾമോസ്റ്റ് 3 വെർഷനുകൾ അവതരിപ്പിക്കാനുള്ള അവസരം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അലയ ബോൺ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ സ്റ്റണ്ടുകൾ അവതരിപ്പിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി കൊണ്ടായിരിക്കണം. കാരണം പുള്ളിക്കാരിയുടെ എക്സ്പ്രഷൻസ് കാര്യമായിട്ട് മാറുന്നില്ല. ആടിലെ സ്ഥിരം ആളുകളായിട്ടുള്ള സുദീപ് കോപ്പ, ബിജുക്കുട്ടൻ, ഹരികൃഷ്ണൻ, ഭഗത് മാനുവൽ മുതലായവരൊക്കെ അവരവരുടെ കഥാപാത്രങ്ങളായിട്ട് ഇത്തവണയും വന്നിട്ടുണ്ട്. ഷാജി പാപ്പനും ഡൂഡും പിന്നെ അവരുടെ പഴയ വെർഷനുകളും ഈ സിനിമയുടെ അവസാനത്തെ ഭാഗത്ത് ഫേസ് ചെയ്യുന്ന ഒരു കൾച്ചർ ഷോക്ക് സംഗതി ഇതിന്റെ രണ്ടാം ഭാഗത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ ആട് ഫ്രാഞ്ചൈസിൽ കാണുന്ന ഡയലോഗ് ഹ്യൂമറിന്റെ മുകളിലേക്ക് എന്തെങ്കിലും പരീക്ഷിച്ചു നോക്കാനുള്ള ഒരു അവസരം ഈ മൂന്നാം ഭാഗത്തിന്റെ രണ്ടാം ഭാഗം മിഥുൻ മാനുവൽ തോമസിന് കൊടുക്കുന്നുണ്ട്. പീരിയഡ് സ്റ്റോറിയെ ഹ്യൂമറിലൂടെ കാണിക്കുന്ന സാമാന്യം കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഡയലോഗ് ഹ്യൂമർ ഉപയോഗിച്ചിട്ടുള്ള ആട് 3 കോൺസെപ്റ്റ് കൊണ്ട് ഞെട്ടിക്കുന്നില്ലെങ്കിലും രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന കാര്യമായ എന്തെങ്കിലും അടുത്ത പാർട്ടിൽ തരും എന്നൊരു പ്രതീക്ഷ തരുന്ന ഒരു സിനിമയാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്